രാജ്യ തലസ്ഥാനത്ത് ഈ നാടിൻ്റെ ഏറ്റവും വലിയ സുപ്രധാനമായ ഒരു പരീക്ഷ, ആ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നിട്ട് വിദ്യാർത്ഥികൾ ഇങ്ങനെ നഗ്നമായി തെരുവുകളിൽ പ്രതിഷേധവുമായി നിൽക്കുമ്പോൾ, രാജ്യം അതിൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നരേന്ദ്രമോദി ഇങ്ങനെ ഒരു കാര്യം പോലും ഉരിയാടാനാവാതെ തൻ്റെ മന്ത്രിസഭയിലെ ക്യാബിനറ്റിലെ മന്ത്രിയെ സഹായിക്കുക എന്നുള്ള ഒരൊറ്റ ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ ഡൽഹിയിലെ ആശുപത്രി കിടക്കുകൾ നിറയുകയാണ്. മരണത്തോട് മല്ലടിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുകയാണ്. വലിയ രീതിയിൽ അടിച്ചമർത്തി നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ നാടിൻ്റെ യുവത്വത്തെ. യുവാക്കളാണ് ഈ നാടിൻ്റെ സമ്പത്തെന്നും ഇവിടുത്തെ ഡെമോഗ്രാഫിക് ഡിവിഡൻ്റാണ് ഏറ്റവും വലിയ രീതിയിൽ മറ്റുള്ള രാജ്യങ്ങൾക്ക് മുമ്പിൽ തല ഉയർത്തി ഇന്ത്യയെ കാണിച്ചു കൊടുക്കാനുള്ളതെന്നും എത്ര അധികായന്മാരായ നേതാക്കന്മാരാണ് ചരിത്രത്തിൽ പറഞ്ഞു കടന്നു പോയിട്ടുള്ളത്. APJ അബ്ദുൽ കലാം എന്നുള്ള ഒരു രാഷ്ട്രപതി ഉണ്ടായിരുന്നു, നമുക്കൊരു പ്രസിഡന്റ്. അദ്ദേഹം യുവാക്കളെ കുറിച്ച് പറയുമ്പോൾ അഗ്നിച്ചിറകുകളിലേറി പോവുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പല പ്രതിപാദനങ്ങളും എന്നുള്ളതാണ്. അതിൽ നിന്നെല്ലാം വന്ന് ഇന്ന് യുവാക്കളെ തെരുവിലിട്ട് അടിച്ചൊതുക്കുന്ന നരേന്ദ്രമോദി, ഒരു കാര്യം ഉറപ്പാണ്, നരേന്ദ്രമോദിയുടെ വീഴ്ച തുടങ്ങിയിരിക്കുന്നു, BJPയുടെ വീഴ്ച തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിലും ഒരു ആകാംക്ഷയായി തോന്നുന്നത്, അതിലും ഒരു ആങ്സൈറ്റി ഉണ്ടാക്കുന്നത്, അപകടകരമായ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴും സുപ്രീം കോടതി ഈ നാടിൻ്റെ നീതിന്യായ വ്യവസ്ഥ ആ BJP സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്നു. കുട്ടികളെ കേൾക്കാൻ, കുട്ടികളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുന്ന, ആ സമയം കളയാനില്ല എന്ന് പറഞ്ഞു പോകുന്നതൊക്കെ ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോഴും ചോദ്യമുനയിൽ നിൽക്കുമ്പോൾ, ബംഗാളടക്കമുള്ള നിരവധി സീറ്റുകളിൽ BJPയുടെ തേരോട്ടമുണ്ടായപ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിൽ അവർ നേടിയെടുത്ത വിജയങ്ങൾ ഇപ്പോഴും വലിയ ചോദ്യചിഹ്നത്തിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഇതേപോലെ നീതിന്യായ വ്യവസ്ഥയും BJPയോട് ചേർന്ന് നിൽക്കുന്നത്. പണമുണ്ടല്ലോ, 15 വർഷമാണ് ഭരിക്കാൻ പോകുന്നത്, ഈ ടേണും കൂടെ അവസാനിപ്പിക്കുമ്പോൾ. അങ്ങനെ ആ പണക്കൊഴുപ്പിൽ BJP കൈകടത്താത്ത, മേടിച്ചെടുക്കാത്ത, നേടിയെടുക്കാത്തതൊന്നുമില്ലാത്തതായി പോകുന്നു ഈ ജനാധിപത്യ ഭാരതത്തിൽ. അങ്ങനെ നിൽക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യ മുന്നണി യോഗത്തിൽ പ്രസംഗിച്ചത് ഒരുപക്ഷെ സത്യമായി പോയേക്കാമോ എന്ന് അപകടകരമായി ചിന്തിച്ചു പോകുന്നത്. നിങ്ങൾ നിഷ്കളങ്കരെ, നിങ്ങൾ ചിന്തിക്കുന്നുവോ 2031 തെരഞ്ഞെടുപ്പിൽ BJP താഴെ പോയി ഇന്ത്യ സഖ്യം മുന്നിലോട്ട് വരുമെന്ന്? സംസാരിച്ചു കൊണ്ടേയിരിക്കുക, ശബ്ദമായി, പ്രതിപക്ഷ ശബ്ദമായി, നാടിൻ്റെ ജനങ്ങളുടെ നാവായി തുടരുക എന്നൊരൊറ്റ ദൗത്യമേ നമുക്ക് ചെയ്യാനുള്ളൂ. BJP ഇന്ത്യയിൽ ഇനി ഭരണമില്ലാത്തൊരു പാർട്ടിയായി ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് പോലും രാഹുൽ ഗാന്ധി മുന്നേ കൂട്ടി പറഞ്ഞതും അപകടകരമായ കാര്യം തന്നെയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ജനപ്രീതിയില്ലാത്ത ഒരു പ്രധാനമന്ത്രിയായി ഒടുവിൽ നരേന്ദ്രമോദി പരിണമിക്കുന്നു. പുതിയ താരോദയം, പുതിയ നേതൃപദവിയെക്കുറിച്ച് BJP ആലോചിച്ചു തുടങ്ങുന്നു. യോഗി ആദിത്യനാഥും നിതിൻ ഗഡ്കരിയും ഒക്കെ അടങ്ങുന്ന RSSനോട് ചേർന്ന് നിൽക്കുന്ന വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ്.